ഒരു മലയാളിക്കോ ഒരു ഇന്ത്യക്കാരനോ ഈ ദ്വീപ് കണ്ടു പറയാൻ പറ്റും. അതിന്റെ ഭംഗിയെ വാക്കുകളിൽ പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇവിടെ എത്താൻ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്ന ഒരു സത്യം, ഇത് നിങ്ങളുടെ സ്വപ്നയാത്രയാകാം. പക്ഷേ ഒറ്റവട്ടം പോകാനും തിരിച്ചു വരാനും പറ്റിയാൽ അത് തന്നെ വലിയ ഭാഗ്യം. ഇത് ലക്ഷദ്വീപ്, ഇത് ഇന്ത്യയുടെ സബ്മെർജ് പാരഡൈസ്. 36 ദ്വീപുകളിൽ 10 ദ്വീപുകൾ മാത്രമേ പാസ്സായോഗ്യവും. അതുപോലും കൺട്രോൾഡ് ആക്സസ് ആയതുകൊണ്ട് ഔട്ട്സൈഡറിന് ആകെയുള്ള യാത്ര അത്ര എളുപ്പമല്ല. ഇവിടെ എത്തണമെങ്കിൽ ടൂറിസ്റ്റ് എൻട്രി പെർമിറ്റ് വേണം. അതിനു മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഷിപ്പ് ടിക്കറ്റ് എല്ലാം അഡ്വാൻസിൽ. എത്താൻ ഫ്ലൈറ്റ് ഓൺലി ഫ്രം കൊച്ചി. അഗത്തി എയർപോർട്ട് ഈസ് ദ ഓൺലി വൺ. ഷിപ്പ് ഫ്രം കൊച്ചി ടു. പക്ഷേ 12 മുതൽ 20 മണിക്കൂറോളം കടൽ യാത്രയുണ്ട്. ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ക്രൂയിസ് ലൈക്ക് ഷിപ്സ് കുറവാണ്. അപ്പോൾ ബുക്കിംഗും പ്രതീക്ഷയും വേണം. ഇവിടെ കയറിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് മാൽദീവ്സിന്റെ ഇളയ സഹോദരൻ എന്ന് വിളിക്കുന്നത്. കോറൽ ലീവ്സ്, ടോർക്യോസ് സീ, മൈൻഡ് ബ്ലോയിങ് സൈലൻസ്, മിനി കോയി, ലൈറ്റ് ഹൗസ് ബ്യൂട്ടി ആൻഡ് ട്യൂന ഫിഷിംഗ് കൾച്ചർ, കൽപ്പേനി കയാക്കിംഗ് പാരഡൈസ്. അവിടെയുള്ള ജനങ്ങൾ നല്ല ഹൃദയമുള്ളവർ. മത്സ്യത്തൊഴിലാണ് പ്രധാനം. ഇസ്ലാം ഇസ് എ മേജർ റിലീജിയൻ. ടൂറിസ്റ്റിനെ മാന്യമായി സ്വീകരിക്കുന്നു, പക്ഷേ കൾച്ചർ റെസ്പെക്ട് വേണം. ഇനി നോക്കാം ഒരു ട്രാവൽ പ്ലാനിന്റെ ചിലവുകൾ. ഫ്ലൈറ്റ് കൊച്ചി ടു അഗത്തി 6000 മുതൽ 12000 രൂപ വരെ. വേ സ്റ്റേ 2500 മുതൽ 8000 രൂപ വരെ പെർ നൈറ്റ്. ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ 500 മുതൽ 1000 വരെ പെർ റൈഡ്. ടോട്ടൽ 3 to 4 ഡേയ്സ് 25000 മുതൽ 50000 രൂപ വരെയാകും. ആ ചെലവിന് പിന്നിലുണ്ട് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. മാൽദീവ്സ്, സേഷൽസ്, ബാലി എല്ലാം നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ ഇതുപോലുള്ളതൊക്കെ നമ്മുടെ രാജ്യത്തിനുള്ളിലുണ്ട്, പക്ഷേ നമ്മൾ കാണാറില്ല. ലക്ഷദ്വീപ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ആൻ അൺടച്ച്ഡ് ഇമോഷൻ. ഇതൊരു കോസ്റ്റ്ലി ട്രിപ്പ് ആണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോവേണ്ടിടമാണ്. ബിക്കോസ് വൺസ് യു ഗോ യു ലീവ് എ പീസ് ഓഫ് യുവർ ഹാർട്ട് ഇൻ ലക്ഷദ്വീപ്. ഒരു യാത്ര നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. ലക്ഷദ്വീപ്, ദാറ്റ് ജേർണി ഈസ് വെയിറ്റിംഗ് ഫോർ യു.